തിന്മയെ നന്മയാൽ ജയിച്ചിടാം, ഇരുളിനെ വെളിച്ചത്താൽ ജയിച്ചിടാം, കോപത്തെ സ്നേഹത്താൽ ജയിച്ചിടാം. വൻകൃപ പകർന്നിടേണമേശുവേ. തിന്മയെ നന്മയാൽ ജയിച്ചിടാം, ഇരുളിനെ വെളിച്ചത്താൽ ജയിച്ചിടാം, കോപത്തെ സ്നേഹത്താൽ ജയിച്ചിടാം. വൻകൃപ പകർന്നിടേണമേശുവേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് എന്ന് തിരുവചനം പറയുമ്പോഴും നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന അനേക വിശ്വാസികൾ ഉണ്ട്. ഭാരപ്പെടുന്നവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് അടുത്ത സമയത്ത് ഒരു സ്നേഹിതനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആവശ്യത്തിലിരിക്കുന്നവർ ആരെന്നും ആരെ സഹായിക്കണമെന്നും എനിക്കറിയില്ല എന്നാണ്. ഇതേ വിധത്തിൽ ചെയ്തു പോയ തെറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി കേൾവിക്കാർ വിശ്വസിക്കത്തക്ക വിധം ഒഴികഴിവ് പറയുന്നവരും ഉണ്ട്. ഒരുപക്ഷേ ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടായിരിക്കാം. തിരുവചനത്തിൽ ഉടനീളം ഈ വിധത്തിൽ ഉള്ളവരെക്കുറിച്ച് പറയുന്നുണ്ട്. വഴിയാത്രയിൽ കണ്ട ഒരുവനോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ലൂക്കോസ് 9:59. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവദിക്കണം എന്ന. പിതാവിനെ സംസ്കരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. കുഴിച്ചിടണ്ട എന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ, മരണത്തിൻ്റെ നിഴലിൽ ഇരിക്കുന്നവർ ശവസംസ്കാരത്തിന് ശ്രദ്ധിക്കട്ടെ. മരണം എന്നത് ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിലെ പ്രവൃത്തികളെ തുരത്തുന്ന പ്രവൃത്തി ചെയ്യേണ്ടുന്നവരാ അവർ. നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ തുടച്ചു കളയുന്നവരാകണം. അതിൽ നിന്ന് ഒഴികഴിവ് പറഞ്ഞ് മാറി നിൽക്കുവാൻ പാടില്ല. അതായത് കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുവാൻ മറ്റ് താല്പര്യങ്ങൾ ഇടവരുത്തരുത്. എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് നിന്നെ അനുഗമിക്കാം എന്ന് പറയുന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളില്ല എന്ന ലൂക്കോസ് 9:62. അതായത് എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടുന്നവരാ വിശ്വാസികൾ. പരീശപ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് ലൂക്കോസ് 14:15 മുതൽ ഉള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ വലിയ ഒരു അത്താഴ വിരുന്നൊരുക്കി പലരെയും ക്ഷണിച്ചു. എല്ലാവരും ഒഴികഴിവ് പറഞ്ഞു. ഒന്നാമൻ, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമന് പറഞ്ഞു, ഞാൻ 5 കാളയെ വാങ്ങിയിട്ടുണ്ട്, അതിനെ ശോധന ചെയ്യണം. മൂന്നാമൻ പറഞ്ഞു, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല. രക്ഷിക്കപ്പെടുവാനുള്ള ക്ഷണം എല്ലാവർക്കും നൽകുന്നു. പലരും ഒഴികഴിവ് പറഞ്ഞ് ക്ഷണം നിരസിക്കുന്നവരാണ്. ഭൗതിക കാര്യങ്ങളോടുള്ള സ്നേഹം ക്രിസ്തുവിൻ്റെ ക്ഷണം നിരസിക്കുവാൻ കാരണമാക്കുന്നവർ ഉണ്ട്. ചിലർക്ക് അവരുടെ ജോലിക്ക് ആത്മീയ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടി വരുന്നു. മറ്റു ചിലർക്ക് കുടുംബ ബന്ധങ്ങളാണ് ക്രിസ്തുവിലേക്ക് വരുവാനുള്ള തടസ്സം. യേശു കർത്താവിനോട് കൂടെ പന്തിയിലിരിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ടവരായ നാം ഭൗതിക ജീവിത വ്യാപാരങ്ങളിൽ മുഴുകി ഒഴികഴിവ് പറഞ്ഞ് മാറി നിന്നാൽ ഒടുക്ക ന്യായവിധിക്ക് വിധേയരാകും എന്നത് മറക്കരുത്. ലൂക്കോസ് 15:24. നമ്മിൽ പലരും ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുറ്റം മറ്റുള്ളവരിൽ ആരോപിച്ച് ഒഴികഴിവ് പറഞ്ഞിട്ടുള്ളവർ അല്ലേ? ഉൽപ്പത്തി 3:1 മുതലുള്ള വാക്യങ്ങൾ ഇതിന് ഉദാഹരണമാണ്. തിന്നരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം തമ്പുരാൻ ചോദിക്കുമ്പോൾ പുരുഷൻ പറയുന്നത്, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. ആദം പഴം തിന്നുവാൻ കാരണമായത് ഹവ കൊടുത്തു. അതുമാത്രമല്ല, ഹവയെ ഭാര്യയായി തന്നത് ദൈവവുമാണ് എന്ന് പറഞ്ഞ് കുറ്റം
സ്ത്രീയിലും ദൈവത്തിലും ആരോപിച്ച് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ആദം. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ കുറ്റം പാമ്പിൽ ആരോപിച്ച് പാമ്പ് എന്നെ വഞ്ചിച്ചതുകൊണ്ട് പഴം തിന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നാം ഈ പ്രവൃത്തി തന്നെ ചെയ്യുന്നവരല്ലേ? കർത്താവ് പറയുന്നതിനപ്പുറമായി മറ്റൊന്നില്ല എന്ന ചിന്ത ഇന്ന് വിശ്വാസികളിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ലേ ഈ വിധത്തിൽ സ്വന്തം തെറ്റ് മറ്റൊരാളിൽ ആരോപിച്ച് തടി തപ്പുന്നത്? മോശയുടെ സഹോദരനായ അഹരോനും താൻ ചെയ്ത തെറ്റ് സമ്മതിക്കാതെ ജനക്കൂട്ടത്തിന്മേൽ ചുമത്തിയതിനെക്കുറിച്ച് പുറപ്പാട് 32:21 മുതൽ 23 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. സാക്ഷ്യപലകയുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശ കാണുന്ന കാഴ്ച കാളക്കുട്ടിയുടെ മുൻപിൽ യാഗമർപ്പിക്കുന്ന ജനതയാണ്. കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തത് അഹരോനാണ്. അഹരോനെ കൊണ്ട് ജനം നിർബന്ധിച്ച് കാളക്കുട്ടി ഉണ്ടാക്കിച്ചു. എങ്കിലും വെക്കനായ മോശയ്ക്ക് വേണ്ടി സംസാരിപ്പാൻ ദൈവം നിയമിച്ച വ്യക്തിയാകയാൽ അഹരോൻ അങ്ങനെ ചെയ്യുവാൻ പാടില്ലായിരുന്നു. പുറപ്പാട് 4:14 മുതൽ 16 വരെ. അഹരോൻ തെറ്റ് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, കുറ്റം ജനത്തിൽ ആരോപിച്ച് മാറി നിൽക്കുന്നു. പാപം മായ്ച്ചു കളയുന്നതിനു വേണ്ടി ഒഴികഴിവ് പറയുന്ന വിശ്വാസികളാ നാം. അങ്ങനെ പറയുവാൻ പാടില്ല. ഒഴികഴിവ് പറഞ്ഞ് തെറ്റ് മായ്ക്കുവാൻ ശ്രമിക്കുന്നവരാണോ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ഞാനും നീയും? കർത്താവെ, ഞാൻ ചെയ്ത തെറ്റ് വേറൊരുവനിൽ ആരോപിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന മനോഭാവത്തെ എന്നിൽ നിന്നും പൂർണ്ണമായി മാറ്റണമേ. ആമേൻ. കണ്ണുനീർക്കയത്തിൽ നിന്നും മോചനം ഒരുക്കിടും, നിത്യജീവനേകി നാഥൻ നിത്യമോദം നൽകിടും. കണ്ണുനീർക്കയത്തിൽ നിന്നും മോചനം ഒരുക്കിടും, നിത്യജീവനേകി നാഥൻ നിത്യമോദം നൽകിടും. സ്വരമുയർത്തി നാഥനെ സ്തുതിച്ചിടാം, ലജ്ജ വേണ്ട നാഥനായി പാടുവാൻ. സ്വരമുയർത്തി നാഥനെ സ്തുതിച്ചിടാം, ലജ്ജ വേണ്ട നാഥനായി പാടുവാൻ. തിന്മയെ നന്മയാൽ ജയിച്ചിടാം, ഇരുളിനെ വെളിച്ചത്താൽ ജയിച്ചിടാം, കോപത്തെ സ്നേഹത്താൽ ജയിച്ചിടാം. വൻകൃപ പകർന്നിടേണമേശുവേ, തിന്മയെ നന്മയാൽ ജയിച്ചിടാം, ഇരുളിനെ വെളിച്ചത്താൽ ജയിച്ചിടാം, കോപത്തെ സ്നേഹത്താൽ ജയിച്ചിടാം. വൻകൃപ പകർന്നിടേണമേശുവേ.